ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോയിൽ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ പ്രേക്ഷകർ അത്രയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീക്കായി അത് മാറുകയാണ്. അത് പല മത്സരാർത്ഥികളുടെയും ഫാമിലിയിൽ നിന്നും രക്ഷിതാക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരൊക്കെ വരുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങൾ എന്തായിരിക്കും അവർ ഹിൻഡ് കൊടുക്കുന്നത്, എങ്ങനെയായിരിക്കും മത്സരാർത്ഥികളോട് ഇടപഴകുന്നത്, പ്രത്യേകിച്ച് കോൺട്രവേഴ്സികളൊക്കെ ഉള്ള മത്സരാർത്ഥികളാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ജാസ്മിൻ്റെയൊക്കെ വാപ്പ വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അത്യധികം കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ജാസ്മിനോട് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്നലെ ഇപ്പോൾ നമ്മുടെ സായിയുടെ അച്ഛൻ ആ ഒരു ടി വിയിൽ വന്നിട്ട് വീഡിയോ കോളിലൂടെ വന്നിട്ട് സായിയോട് സംസാരിച്ചു. അത് വളരെയധികം മനോഹരമായ ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ സിജോയും അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, സിജോയുടെ അച്ഛൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. പക്ഷേ പ്രസിദ്ധമായ അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിലും സിജോ തന്നെ പറയുന്നുണ്ട്, ഞാനും അച്ഛനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഞങ്ങളങ്ങനെ തുറന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സിജോ മാത്രമല്ല മറ്റ് പല മത്സരാർത്ഥികളും ബിഗ് ബോസിൻ്റെ തന്നെ വേദിയിൽ പറയുന്നത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അന്ന് സിജോ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പഞ്ചായത്തുകളിൽ വല്ല പ്രോഗ്രാംസൊക്കെ വരുന്ന സമയത്തും കല്യാണ വേദികളിലൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ അച്ഛൻ സജീവ സാന്നിധ്യമാണ്. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് അവിടെ എത്തുന്നു എന്ന് കണ്ടാൽ അച്ഛൻ അറിയാതെ തന്നെ ഉൾവലിയുന്നതായിട്ട് എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്തൊന്നും അങ്ങോട്ട് നോക്കാറേ ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ലൊരു മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നത്. ബാലകൃഷ്ണ മേനോൻ്റെയും അതുപോലെ തന്നെ നരേന്ദ്രപ്രസാദിൻ്റെയൊക്കെ ആ ഒരു ശബ്ദാനുകരണം എന്ന് പറയുന്നത് എത്രമാത്രം ആ ഒരു വ്യക്തികളുമായിട്ട് സാമ്യതയുള്ളതാണ് ഇദ്ദേഹം ആ ഒരു അനുകരിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോൾ, അതും ഈ ഒരു പ്രായത്തിൽ ഇത്രയധികം പ്രായത്തിൻ്റെ ആവശ്യകതകൾ എല്ലാം ഉണ്ടാകും, അതിനിടയിലും ഇത്ര മനോഹരമായി അദ്ദേഹം അനുകരിച്ചതിൽ വലിയൊരു അഭിനന്ദനം തന്നെ സിജോയുടെ അച്ഛന് അർഹതപ്പെട്ടതാണ്. കാരണം അത്രമാത്രം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രേക്ഷകരെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള മിന്നുന്ന പ്രകടനം തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ അറിയാതെ നിറയുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് പിന്നാമ്പുറത്ത് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ എന്താണ് അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങളുടെ കെട്ടുറപ്പ് എന്താണ് എന്നതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ബിഗ് ബോസ് മാറിയിരിക്കുകയാണ്.